ഹായ് ഫ്രണ്ട്സ്, ബാസ് ബ്ലസംസിൻ്റെ മെട്രോ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കായി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ചെയ്യുന്നത്. ഇന്നത്തെ എപ്പിസോഡോട് കൂടി ഈ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് മാഗി എന്ന് പറയുന്ന ഒരു 13-14 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഇന്ത്യക്കാരനായ ഗുപ്ത ലണ്ടനിൽ വെച്ച് പരിചയപ്പെടുന്നു. മാഗിയുടെ വീട്ടിൽ പോകുന്നു, മാഗിയുടെ അമ്മയെ പരിചയപ്പെടുന്നു. മാഗിയുടെ സഹോദരൻ ഇന്ത്യയിലാണ് പട്ടാളത്തിൽ ജോലി ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ അവസാനമായിട്ട് അവിടെ വെച്ചുണ്ടായിരുന്ന സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഗിയോട് വയലിൻ പ്ലേ ചെയ്യാൻ പറയുന്നു. മാഗി ഇവർക്ക് വേണ്ടി പ്ലേ ചെയ്തു. അവളെ നന്നായി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മിസ്റ്റർ ഗുപ്ത തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോഴാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ആ സമയത്ത് അദ്ദേഹത്തിന് ആ ഒരു എക്സ്പീരിയൻസ്, ലണ്ടൻ സബർബിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ പോകാൻ കഴിഞ്ഞതും അവിടെ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാതെ തറച്ചു നിന്നു, മനസ്സിൽ ശരിക്ക് പതിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും താല്പര്യപ്പെടുന്നു. സ്ഥിരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്ന് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക. വാട്സപ്പ് വഴി ലിങ്ക് ലഭിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് 99479110 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, സ്കൂളിൻ്റെ പേര്, 1ാം വർഷമാണോ 2 വർഷമാണോ എന്നുള്ള വിശദവിവരങ്ങൾ അയച്ചു കഴിഞ്ഞാൽ സ്ഥിരമായ ലിങ്ക് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതാണ്. അങ്ങനെ അവർ പിരിഞ്ഞതിന് ശേഷം ഏകദേശം 3 മാസം കഴിഞ്ഞു. 3 months പാസ്റ്റ്. ഐ വിസിറ്റഡ് മാഗി ആൻഡ് ഹെർ മദർ സെവറൽ ടൈംസ്. അതിനിടയ്ക്ക് പലപ്പോഴായിട്ട് മാഗിയെയും അവളുടെ അമ്മയെയും മിസ്റ്റർ ഗുപ്ത സന്ദർശിക്കാറുണ്ടായിരുന്നു. ആൻഡ് ടുക്ക് മാഗി ടു സീ ദ സൂ വൺസ്. ഒരിക്കൽ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു സൂവിലേക്ക്, മൃഗശാലയിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. ഷി റോഡ് ദ എലഫൻറ്റ് ഇന്ത്യൻ രാജ ലൈക്ക് ആൾ ദ അതർ ബോയ്സ് ആൻഡ് ഗേൾസ്. മറ്റ് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പോലെ അവളും അന്ന് അവിടെ ഒരു എലഫൻറ്റിൻ്റെ പുറത്ത് കയറി റൈഡ് ചെയ്തു. ഇന്ത്യൻ രാജ എന്ന് പറയുന്ന ഒരു ആനയുടെ പുറത്ത് കയറി യാത്ര ചെയ്തു. അപ്പോൾ അവളുടെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം, ഹൗ ഡിലൈറ്റഡ് ഷീ വാസ്, അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. കാരണം അവൾക്ക് അവളുടെ ജീവിതത്തിൽ അത്തരത്തിൽ അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ചെറുപ്രായത്തിൽ അച്ഛനില്ല, ബ്രദർ ഇങ്ങനെ പട്ടാളത്തിൽ സേവനത്തിന് വേണ്ടി രാജ്യത്തിന് പുറത്തുമാണ്. ബട്ട് നോ ന്യൂസ് ഹാഡ് കം ഫ്രം ഹെർ ബ്രദർ. എന്താണ് പ്രശ്നം? അടുത്ത കുറച്ച് കാലമായിട്ട് ബ്രദർ ഫ്രാങ്കിൽ നിന്ന് ഒരു വിവരവുമില്ല. urged by Mrs. Clifford, I went to India House one day and made enquiries. ഇന്ത്യ ഹൗസിൽ പോയി ഫ്രാങ്കിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഒരിക്കൽ ഞാൻ അന്വേഷിക്കുകയുണ്ടായി. മിസ്സിസ് ക്ലിഫോർഡിൻ്റെ ആവശ്യപ്രാകാരം. I was told the regiment to which Frank belonged was fighting on the north west frontier. അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നോർത്ത് വെസ്റ്റ് ബോർഡറിലായിട്ട് അവിടെയുള്ള ഒരു ട്രൂപ്പിലാണ് ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന ഫീൽഡിലാണുള്ളത്. മിസ്സിസ് ക്ലിഫോർഡ് became extremely worried when she heard it. ഇതറിഞ്ഞ മിസ്സിസ് ക്ലിഫോർഡ്, മാഗിയുടെ അമ്മ, വളരെയധികം ഡിസ്റ്റർബ്ഡായി, മനസ്സാകെ അസ്വസ്ഥമായി. വൺ ഡേ ഐ റിസീവ്ഡ് എ പോസ്റ്റ് കാർഡ് ഫ്രം മാഗി. അങ്ങനെ അതൊക്കെ ഈ ഇടക്കാലത്തുണ്ടായ അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം. ഒരു ദിവസം മാഗിയിൽ നിന്നും ഒരു പോസ്റ്റ് കാർഡ് കിട്ടി. എന്താണ് പോസ്റ്റ് കാർഡിൽ എഴുതിയിരുന്നത്? ഷീ റോട്ട്, ഡിയർ മിസ്റ്റർ ഗുപ്ത, മൈ മദർ ഈസ് വെരി ഇൽ. ഐ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്. We shall be extremely grateful if you take the trouble to come to see us. By Maggie. എൻ്റെ അമ്മ തീരെ സുഖമില്ലാതിരിക്കുകയാണ്. എനിക്ക് ഒരാഴ്ചയായിട്ട് ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഒന്ന് ഞങ്ങളെ കാണാൻ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കത് വളരെയധികം സന്തോഷമായിരുന്നു. നിങ്ങളോട് കടപ്പെട്ടിരിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞ് എഴുതുന്നത് മാഗിയാണ്. I had told the family with whom I lived about Maggie and her mother. At breakfast I spoke of the letter. ഞാൻ ഈ മാഗിയുമായി ഉണ്ടായ, മിസ്സിസ് ക്ലിഫോർഡുമായി ഉണ്ടായ കൂടിക്കാഴ്ചയും അനുഭവങ്ങളും എല്ലാം ഞാൻ താമസിക്കുന്ന വീട്ടിലെ ഉടമസ്ഥനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ കിട്ടിയ ഈ കത്തിനെ കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞു. മൈ ഹോസ്റ്റസ് സെഡ്, ഒരു പക്ഷേ പേയിങ് ഗസ്റ്റായിട്ട് അവിടെ താമസിക്കായിരിക്കാം. വെൻ യു ഗോ ടേക്ക് സം മണി വിത്ത് യു. ദ ഗേൾ ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്. ഒരാഴ്ചയായിട്ട് ആ പെൺകുട്ടിക്ക് ജോലിക്കൊന്നും പോകാൻ കഴിയാത്തതല്ലേ. അപ്പോൾ അവളെ കാണാൻ പോകുമ്പോൾ ഞാനും കുറച്ച് കാശ് തരാം, അത് അവൾക്ക് കൊടുക്കണം. എൻ്റെ ആതിഥേയ എന്നോട് പറഞ്ഞു. ഷീ ഹാഡ് നോട്ട് റിസീവ്ഡ് എനി പേ. അവൾക്ക് ഒരു
പേയ്മെൻറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കില്ലല്ലോ. ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ദേ ആർ ഹാർഡ് അപ്പ്. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദേ വിൽ ബി ഇൻ എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. വളരെ പ്രയാസം നിറഞ്ഞ അവസ്ഥയിലായിരിക്കാനാണ് ഇപ്പോൾ സാധ്യത. ഒരു പക്ഷേ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്നുണ്ടാവാം. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഐ ടുക്ക് സം മണി ആൻഡ് സെറ്റ് ഔട്ട് ഫോർ ലാംബർത്ത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ അല്പം പണമൊക്കെ എടുത്ത് ലാംബത്തിലേക്ക് പുറപ്പെട്ടു. അവളുടെ വീടിൻ്റെ അടുത്തെത്തി. ഐ നോക്ക്ഡ് അറ്റ് ദ ഡോർ. മാഗി ഓപ്പൺഡ് ഇറ്റ്. അങ്ങനെ ഡോർ തുറന്ന് ഞാൻ അവിടെ കയറി. ഷീ വാസ് ലുക്കിംഗ് മച്ച് പുൾഡ് ഡൗൺ. ഷീ വാസ് വെരി മച്ച് ഡിസ്ട്രാക്റ്റഡ്. ഹെർ മൈൻഡ് വാസ് വെരി മച്ച് ഡിസ്ട്രാക്റ്റഡ്. വല്ലാത്തൊരു മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു അവൾ. ഹെർ ഐസ് വെയർ ഹോളോ ആൻഡ് റിങ്ഡ്. കണ്ണുകളൊക്കെ ആകെ ഉള്ളിലേക്ക് തള്ളി ആകെ ചുഴി രൂപപ്പെട്ട പോലെ. ഓഹ് താങ്ക് യു മിസ്റ്റർ ഗുപ്ത, ഷീ എക്സ്ക്ലെയിംഡ് വെൻ ഷീ സോ മീ. എന്നെ കണ്ട ഉടനെ അവൾക്ക് വല്ലാത്ത സന്തോഷം. അതവൾ കണ്ടപാടെ പറഞ്ഞു, ഓ താങ്ക് യു മിസ്റ്റർ ഗുപ്ത, ഇറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു. ഹൗ ഈസ് യുവർ മദർ മാഗി? ഞാൻ ചോദിച്ചു, മദർ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഷീ ഈസ് സ്ലീപ്പിംഗ് നൗ, ഹെർ കണ്ടീഷൻ ഇസ് വെരി സീരിയസ്. ഇപ്പോൾ ഉറങ്ങുകയാണ്, അവളുടെ അവസ്ഥ വളരെ മോശമാണ്. ദ ഡോക്ടർ സേസ് ഇറ്റ് ഈസ് അഗ്രവേറ്റഡ് ബൈ ഹെർ ആങ്സൈറ്റി ഓവർ ഫ്രാങ്ക്. ഫ്രാങ്കിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് പേടിച്ച് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് വേവലാതിയും ആവലാതിയുമായിട്ട് അവളുടെ അസുഖം കൂടുതൽ മൂർച്ഛിച്ച അവസ്ഥയാണ്. ദ ഡോക്ടർ സേസ് ഇറ്റ് ഈസ് അഗ്രവേറ്റഡ്. ഹെർ ഡിസീസ് ഹാസ് ഗോട്ട് വേഴ്സൻഡ് ബൈ ഹെർ വെറി ഓവർ ഫ്രാങ്ക്. ദർ ഈസ് നോ ന്യൂസ് ഫ്രം ഹിം എറ്റ്. ഷി മെ നോട്ട് ലീവ്. അവൻ ഇപ്പോൾ ഫ്രാങ്കിൽ നിന്ന് യാതൊരു വിവരങ്ങളും കിട്ടാനില്ല. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ ഉറപ്പില്ല. ഒരു പക്ഷേ മരിച്ചിട്ടുണ്ടാവാം. ഐ ട്രൈ ടു കൺസോൾ മാഗി ഡ്രൈയിങ് ഹെർ ഐസ് വിത്ത് മൈ ഹാൻഡ്കർച്ചീഫ്. എൻ്റെ ഹാൻഡ്കർച്ചീഫ് എടുത്ത് ടവലെടുത്ത് അവളുടെ കണ്ണുനീര് ഞാൻ തുടച്ചു. അവളെ ആശ്വസിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. മാഗി കൺട്രോൾഡ് ഹെർസെൽഫ് വിത്ത് എൻ എഫേർട്ട് ആൻഡ് സെഡ്, ഐ ഹാവ് എ റിക്വസ്റ്റ് ടു മേക്ക് ഓഫ് യു മിസ്റ്റർ ഗുപ്ത. അവൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് എന്നോട് പറഞ്ഞു, മിസ്റ്റർ ഗുപ്ത, എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്. വാട്ട് ഈസ് ഇറ്റ് മാഗി? എന്താണ്? കം ഇൻ ടു ദ സിറ്റിംഗ് റൂം ആൻഡ് ഐ വിൽ ടെൽ യു. അങ്ങനെ സിറ്റിംഗ് റൂമിലേക്ക് ക്ഷണിച്ചു. അവിടേക്ക് പോകുന്നു. വി tiptoed carefully into the sitting room lest the sound of our footsteps should disturb the sick woman. രോഗിയായി കിടക്കുന്ന ആ അമ്മയെ ഡിസ്റ്റർബ് ചെയ്യും എന്ന് പേടിച്ച് ഞങ്ങൾ കാൽവിരലിൽ ചവിട്ടി വളരെ മെല്ലെ റൂമിനകത്തേക്ക് കടന്നു. ഐ ടേൺ when I reached the center of the room and remained standing there. What is it, Maggie? I repeated my question. എന്താണ്? ആ റൂമിൻ്റെ നടുവിലെത്തിയപ്പോൾ തിരിഞ്ഞെന്ന് വീണ്ടും ചോദിച്ചു, എന്താണ് മാഗി, എന്താണ് റിക്വസ്റ്റ്? Maggie gazed up into my face with beseeching eyes. In a very pleading tone, requesting eyes, she asked me. എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കി. എന്തോ അവൾക്ക് എന്നോട് റിക്വസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഞാനിങ്ങനെ കാത്തു നിന്നു. I waited. Then she covered her face with her hands and wept silently. അവളുടെ മുഖം മൂടി കൈകൊണ്ട് മുഖം മറച്ചു പിടിച്ച് അവളിങ്ങനെ കരഞ്ഞു. I was in a fix. What could I say to console this child? Her brother was fighting on the frontier. Only God knew whether he was alive or dead. I was in a fix. I was in a dilemma. I was in a confused state. ഞാൻ ആകെ കൺഫ്യൂഷനിലായി. വാട്ട് കുഡ് ഐ സേ ടു കൺസോൾ ദിസ് ചൈൽഡ്? ഈ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ ഞാൻ എന്ത് പറയും, എന്ത് ചെയ്യും? ഹെർ ബ്രദർ വാസ് ഫൈറ്റിംഗ് ഓൺ ദ ഫ്രണ്ടിയർ. ബ്രദറാണെങ്കിൽ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയറിൽ ഇന്ത്യയിൽ യുദ്ധഭൂമിയിലാണ് ആയിരുന്നു. ഓൺലി ഗോഡ് ന്യൂ വെദർ ഹി വാസ് എലൈവ് ഓർ ഡെഡ്. അയാളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് തന്നെ ആർക്കറിയുള്ളൂ? ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഹെർ മദർ വാസ് ദ ഓൺലി പേഴ്സൺ ഷീ ഹാഡ് ഓൺ എർത്ത്. ഈ ഭൂമിയിൽ അവൾക്ക് സ്വന്തമായിട്ട് ഇനി ആരേ ഉള്ളൂ? ആ അമ്മ മാത്രമേ ഉള്ളൂ. ഇഫ് ഷീ ലോസ്റ്റ് ഹെർ, വാട്ട് വുഡ് ഹാപ്പൻ? എങ്ങാനും ആ അമ്മയെ കൂടി അവൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവളുടെ ജീവിതം എന്തായിരിക്കും? വേർ ഇൻ ലണ്ടൻ കുഡ് ദിസ് ഗേൾ ഓൺ ദ ത്രഷോൾഡ് ഓഫ് അഡോളസൻസ് ഗോ? അവളാണെങ്കിൽ അവളുടെ അഡോളസൻറ്റ് പീരീഡിലാണ്. ആ ഒരു യുവത്വം തുടിച്ചു നിൽക്കുന്ന പ്രായമാണ്. അതിലേക്ക് അടുത്ത് നിൽക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് ഈ പെൺകുട്ടി തനിച്ചായി കഴിഞ്ഞാൽ ഈ ലണ്ടനിൽ അവൾ എവിടേക്ക് പോകും? ഐ പുൾഡ് ഹെർ ഹാൻഡ്സ് എവേ ഫ്രം ഹെർ ഫേസ്. ഞാൻ അവളുടെ മുഖത്തു നിന്നും അവളുടെ കൈകളിങ്ങനെ അടർത്തി മാറ്റി. മാഗി, ടെൽ മീ, വാട്ട് യു വിഷ് മീ ടു ഡു? ഇഫ് ദർ ഈസ് എനിത്തിങ് ഐ ക്യാൻ ഡു ടു ഹെൽപ്പ് യു, ഐ ഷാൽ നോട്ട് ഹെസിറ്റേറ്റ്. മാഗി, എന്നോട് പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്?
എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തുണ്ടെങ്കിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിന്നെ സഹായിക്കാം. ഐ ഷാൽ നോട്ട് ഹെസിറ്റേറ്റ്. നിന്നെ സഹായിക്കാൻ എന്ത് ചെയ്യാനും ഞാൻ മടിക്കില്ല. മിസ്റ്റർ ഗുപ്ത, ദ ഗേൾ സെഡ്, I do not know what you will think of the request I am going to make. Please forgive me if it is very, very wrong. മിസ്റ്റർ ഗുപ്ത, എനിക്കറിയില്ല. ഞാൻ ഈ റിക്വസ്റ്റ് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് വിചാരിക്കുക എന്ന് എനിക്കറിയില്ല. പ്ലീസ് ഫോർഗിവ് മീ. ആദ്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണം. ഇഫ് ഇറ്റ് ഈസ് വെരി വെരി റോങ്, ഞാൻ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. വാട്ട് ഈസ് ഇറ്റ്? വാട്ട് യു വിഷ് ടു ആസ്ക്? എന്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്? പറയൂ. All day yesterday, mother kept saying that if Mr. Gupta would come and gaze into the crystal, he might learn something about Frank. Mr. Gupta is a Hindu, she said. If only he would come, she said. That is why I wrote to you. ഇന്നലെ മുഴുവൻ, all day yesterday, അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മദർ കെപ്റ്റ് സേയിങ് ദാറ്റ് ഇഫ് മിസ്റ്റർ ഗുപ്ത വുഡ് കം ആൻഡ് ഗേസ് ഇൻ ടു ദ ക്രിസ്റ്റൽ ഹീ മൈറ്റ് ലേൺ സംതിങ് അബൌട്ട് ഫ്രാങ്ക്. അമ്മ ഇങ്ങനെ കിടക്കുന്നിടത്ത് കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത്, ഇന്ത്യക്കാരനായിട്ടുള്ള മിസ്റ്റർ ഗുപ്ത ഒന്ന് വന്നിരുന്നെങ്കിൽ ആ ക്രിസ്റ്റൽ റിങ്ങിലൊന്ന് നോക്കി ഭാവിയും ഫ്യൂച്ചറും അല്ലെങ്കിൽ വിദൂരതയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുന്ന ആ ക്രിസ്റ്റൽ റിങ്ങിലൊന്ന് നോക്കി ഫ്രാങ്കിനെ ഒന്ന് നിരീക്ഷിച്ചിരുന്നെങ്കിൽ ഫ്രാങ്കിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിവരം അദ്ദേഹത്തിന് പറയാൻ കഴിയുമായിരുന്നു. കാരണം മിസ്റ്റർ ഗുപ്ത ഈസ് എ ഹിന്ദു. മിസ്റ്റർ ഗുപ്ത ഹിന്ദു ആണ്. അദ്ദേഹത്തിന് അത് സാധിക്കും. ഷീ സെറ്റ് ഇഫ് ഓൺലി ഹി വുഡ് കം. ഒരാഗ്രഹം പറയണത് മിസ്റ്റർ ഗുപ്ത ഒന്ന് വന്നിരുന്നെങ്കിൽ. അത് കേട്ടപ്പോഴാണ് ഞാൻ സത്യത്തിൽ അങ്ങയെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഇഫ് യു വാണ്ട് മീ ടു ട്രൈ വൺസ് മോർ ഗോ ആൻഡ് ബ്രിങ് മീ ദ റിംഗ് മാഗി. ഓഫ് കോഴ്സ് ഐ വിൽ ഡു ഇറ്റ്. അങ്ങനെ ഞാനൊന്നുകൂടി ട്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, എങ്കിൽ അതൊന്ന് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ബട്ട് ഇഫ് യു ഡോണ്ട് സീ എനിത്തിങ് അഗെയിൻ ദിസ് ടൈം. I understood what Maggie meant. I was silent. അല്ല, ഇപ്പോഴും നിങ്ങൾ റിങ്ങിൽ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ലെങ്കിലോ? ആ ചോദ്യത്തിൽ തന്നെ മാഗി പറയാൻ ഉദ്ദേശിച്ച കാര്യമുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. മിസ്റ്റർ ഗുപ്തയും അത് മനസ്സിലാക്കി. ഐ അണ്ടർസ്റ്റുഡ് വാട്ട് മാഗി മെൻറ്റ്. മാഗി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഐ വാസ് സൈലൻറ്റ്. മിസ്റ്റർ ഗുപ്ത, ഐ ഹാവ് read in books that Hindus are extremely truth-loving. If you could bring yourself to tell mother only once after looking into the crystal that Frank is all right, that he is alive, will it be too much of a lie? Will it be very, very wrong? As she spoke, tears streamed from her eyes. മിസ്റ്റർ ഗുപ്തയോട് മാഗി അവസാനം തുറന്നു പറഞ്ഞു. എന്താണത്? ഞാൻ ഹിന്ദുസിനെ കുറിച്ച് പല പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അവർ സത്യത്തെ മുറുകെ പിടിക്കുന്നവരാണ് എന്നാണ്. ഇഫ് യു കുഡ് ബ്രിങ് യുവർ സെൽഫ് ടു ടെൽ മദർ ഓൺലി വൺസ്, ഒരിക്കലെങ്കിലും എൻ്റെ അമ്മയോട് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ, ആഫ്റ്റർ ലുക്കിംഗ് ഇൻ ടു ദ ക്രിസ്റ്റൽ, ആ ക്രിസ്റ്റൽ ഗ്ലാസ്സിലേക്ക് നോക്കിയിട്ട്, ദാറ്റ് ഫ്രാങ്ക് ഈസ് ആൾ റൈറ്റ്, ദാറ്റ് ഹി ഈസ് അലൈവ്, ഫ്രാങ്ക് ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, ജീവിച്ചിരിപ്പുണ്ട് എന്നൊന്ന് പറഞ്ഞാൽ, വിൽ ഇറ്റ് ബി ടു മച്ച് ഓഫ് എ ലൈ? ഒന്നും കാണാതെ കാണുന്ന രീതിയിൽ പറയുമെന്ന് പറഞ്ഞാൽ നുണയാണല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അത് അത്ര വലിയ നുണയാവുമോ? അത് വലിയ പാപമാവുമോ? വിൽ ഇറ്റ് ബി വെരി വെരി റോങ്? അതവൾ പറയുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. ഐ തോട്ട് ഇറ്റ് ഓവർ. ഐ ആം നോട്ട് വെരി വേർച്ചസ്. ഐ ഹാവ് ഡൺ മൈ സിൻഫുൾ തിങ്സ്, സോ ഐ ഡിസൈഡഡ് ടു ഡു ദിസ്. ഇറ്റ് വുഡ് ബി ദ ലീസ്റ്റ് ഓഫ് മൈ ഒഫൻസസ്. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. എന്നെക്കുറിച്ച് സ്വയം ഒന്ന് അസസ് ചെയ്തു. ഞാൻ അത്ര നല്ല മനുഷ്യനൊന്നുമല്ല, അത്ര നന്മ നിറഞ്ഞ മനുഷ്യനൊന്നുമല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്രയോ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇവിടെ അവൾ ആഗ്രഹിച്ച പോലെ നുണ പറയാൻ, ഫ്രാങ്ക് ഓക്കെയാണ്, ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയാൻ. ഇറ്റ് വുഡ് ബി ദ ലീസ്റ്റ് ഓഫ് മൈ ഒഫൻസസ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത പാപങ്ങളിൽ ഏറ്റവും ചെറിയ പാപമായിരിക്കും ഇത്. പ്ലീസ് മാഗി, ഡോണ്ട് ക്രൈ. മാഗി, നീ കരയല്ലേ. വേർ ഈസ് ദ റിംഗ്? റിംഗ് എവിടെ? ലെറ്റ് മീ ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ഇറ്റ് ദിസ് ടൈം. ഞാൻ ഇത്തവണ നന്നായി നോക്കി നോക്കട്ടെ. ഇഫ് ഐ ഡു നോട്ട് സീ എനിത്തിങ് ഐ ഷാൽ ഡു ആസ് യു സജസ്റ്റ്. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ലെങ്കിൽ നീ സജസ്റ്റ് ചെയ്ത പോലെ ഞാൻ പറഞ്ഞേക്കാം. ഗോഡ് വിൽ ഫോർഗീവ് മീ ഇഫ് ഇറ്റ് ഈസ് റോങ്. ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ദൈവം എന്നോട് ക്ഷമിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. മാഗി ബ്രോഡ് മീ ദ റിംഗ്. ഐ ടുക്ക് ഇറ്റ് ആൻഡ് സെഡ്, സീ ഇഫ് യുവർ മദർ ഈസ് അവൈക്ക്. മാഗി ആ റിംഗ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നു.
ഞാനതെടുത്തിട്ട് ചോദിച്ചു, അമ്മ ഉണർന്നിരിക്കുകയാണോ? 15 minutes passed before മാഗി കെയിം ബാക്ക്. അമ്മയുടെ അടുത്ത് പോയി തിരിച്ചു വരുന്നപ്പോഴേക്കും ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മദർ ഈസ് അവേക്ക്, ഷി സെഡ്, ഐ ഹാവ് ടോൾഡ് ഹെർ യു ആർ ഹിയർ. അമ്മ ഇപ്പോൾ ഉണർന്നിട്ടുണ്ട്, നീ ഗുപ്ത ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. മേ ഐ സീ ഹെർ നൗ? എനിക്ക് അമ്മയെ കാണാൻ പറ്റുമോ? പ്ലീസ് കം, വന്നോളൂ. ഐ അപ്രോച്ച് ദ മദേഴ്സ് ബെഡ് സൈഡ്. അങ്ങനെ ഞാൻ അമ്മയുടെ ബെഡ് സൈഡിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നു. ദ റിംഗ് വാസ് ഇൻ മൈ ഹാൻഡ്. റിംഗ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. വിഷിംഗ് ഹെർ എ ഗുഡ് മോർണിംഗ്, ഐ സെഡ്, മിസ്സിസ് ക്ലിഫോർഡ്, യുവർ സൺ ഈസ് എലൈവ്, ഹി ഈസ് വെൽ. മിസ്സിസ് ക്ലിഫോർഡ്, നിങ്ങളുടെ മോന് ജീവിച്ചിരിപ്പുണ്ട്, വളരെ സുഖമായിരിക്കുന്നു ഇന്ത്യയിൽ എന്ന് പറഞ്ഞു. The old woman raised her head a little off the pillow. Did you see that in the crystal? She asked. വളരെ ആകാംക്ഷയോടുകൂടി ആ തലയിണയിൽ നിന്ന് തല അല്പം പൊന്തിച്ചുകൊണ്ട് ചോദിച്ചു, ക്രിസ്റ്റലിൽ നീ എൻ്റെ മോനെ കണ്ടോ? യെസ് മിസ്സിസ് ക്ലിഫോർഡ്, ഐ ആൻസേർഡ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ, ഐ ഹാവ് സീൻ ഇറ്റ്. അതെ മിസ്സിസ് ക്ലിഫോർഡ്, ഇത്തവണ ഞാൻ നിങ്ങളുടെ മോനെ ക്രിസ്റ്റലിൽ നോക്കിയപ്പോൾ കണ്ടു. ഒരു മടിയും കൂടാതെ, ഒരു സങ്കോചം കൂടാതെയാണ് ഞാൻ മറുപടി കൊടുത്തത്. ഹെർ ഹെഡ് ഡ്രോപ്ഡ് ബാക്ക്. ആ ഉയർത്തിയ തല വീണ്ടും അങ്ങോട്ട് തന്നെ പോയി. ടിയേഴ്സ് ഓഫ് ഹാപ്പിനെസ് വെൽഡ് ഫ്രം ഹെർ ഐസ്. അവളുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകി. വെൽഡ്, വെൽ എന്ന് പറഞ്ഞാൽ കിണറാണ്. കിണറിൽ നിന്ന് വെള്ളം നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുക എന്ന് പറയുന്ന അതാണ് വെൽഡ്. കിണർ നിറഞ്ഞൊഴുകുന്നതിനാണ് വെൽഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇവിടെ ഉദ്ദേശിച്ചത് കിടക്കുകയാണല്ലോ, കണ്ണിൽ നിന്ന് കണ്ണ് നീര് നിറഞ്ഞ് പുറത്തേക്ക് തള്ളി ഒഴുകി. ആ ഒരു അന്ധവിശ്വാസം, സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സ്, അത് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മറ്റൊരു സന്ദേശം. പിന്നെ തികച്ചും അപരിചിതനായ മിസ്റ്റർ ഗുപ്ത എന്ന് പറയുന്ന വ്യക്തിയും ഇവിടെ വെച്ച് മാത്രം പരിചയപ്പെട്ട മിസ്സിസ് ക്ലിഫോർഡുമായിട്ടും മാഗിയുമായിട്ടുമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അറ്റാച്ച്മെൻറ്റും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജനറസ് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയും അവരുമായിട്ടുള്ള വിവിധ കോണ്ടെക്സ്റ്റിലുള്ള സംഭാഷണങ്ങളും ആ പെൺകുട്ടിയുടെ പ്രായം മനസ്സിലാക്കി അവളോട് പെരുമാറി അവൾക്ക് നൽകുന്ന സന്തോഷത്തിൻ്റെ നിമിഷങ്ങളും ഒക്കെയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങൾ എന്ന് പറയുന്നത്. ടീയേഴ്സ് ഓഫ് ഹാപ്പിനെസ് വെൽഡ് ഫ്രം ഐസ്, ഷീ വിസ്പേർഡ് ഫെയിൻലി. വളരെ കുറഞ്ഞ പതിയ ശബ്ദത്തിൽ ഇങ്ങനെ മറുമുറുക്കുന്നത് കേട്ടു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മിസ്സിസ് ക്ലിഫോർഡ് റിക്കവേർഡ്. ഇത് കേട്ട മിസ്സിസ് ക്ലിഫോർഡ് തൻ്റെ രോഗാവസ്ഥയിൽ നിന്നെല്ലാം മോചിതയായി. ഇറ്റ് വാസ് ആൾമോസ്റ്റ് ടൈം ഫോർ മീ ടു റിട്ടേൺ ടു മൈ കൺട്രി. എനിക്ക് ഏകദേശം എൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകേണ്ട സമയമായിരുന്നു. ഐ വിഷ്ഡ് ടു ഗോ ടു ലാംബത്ത് ടു സേ ഗുഡ് ബൈ ടു മാഗി ആൻഡ് ഹെർ മദർ. ലാംബത്തിലേക്ക് ഒരിക്കൽ കൂടി മാഗിയെയും അമ്മയെയും കണ്ട് യാത്ര പറയണം എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ബട്ട് ദ ഫാമിലി വാസ് ഇൻ മൗണിങ്. പക്ഷേ ആ കുടുംബം ദുഃഖാചരണത്തിലായിരുന്നു. മൗണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരാളുടെ മരണത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച് ആ ദുഃഖാചരണം നടത്തുന്ന ഒരു സമയത്തിനാണ് ദുഃഖാചരണം എന്ന് പറയുക. ബട്ട് ദ ഫാമിലി വാസ് ഇൻ മൗണിങ്. ഫ്രാങ്ക് ഹാഡ് ബീൻ കിൽഡ് ഇൻ ദ ഫൈറ്റിംഗ് ഓൺ ദ ഫ്രണ്ടിയർ. ആ യുദ്ധത്തിലേർപ്പെട്ടിരിക്കെ ഫ്രാങ്ക് മരണപ്പെട്ട വിവരം ഇവിടെ എത്തിയിരുന്നു. എ മന്ത് എഗോ മാഗി ഹാഡ് സെൻഡ് മീ എ കാർഡ് വിത്ത് എ ബ്ലാക്ക് ബോർഡർ. ഒരു കാർഡ്, ചുറ്റും കറുത്ത ഒരു ബോർഡർ മാത്രം വരച്ച ഒരു കാർഡ് മാഗി എനിക്ക് ഒരു മാസം മുമ്പ് അയച്ചിരുന്നു. I calculated from the date and found that Frank had been dead some days when I told his mother he was alive and well. ആ കത്ത് വെച്ച് ഞാൻ ദിവസങ്ങൾ, ഡേറ്റുകൾ ഇങ്ങനെ കലണ്ടറിലെ ദിവസങ്ങളൊന്നിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്ത്? ഞാൻ അമ്മയോട് ഫ്രാങ്ക് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ആ ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രാങ്ക് മരണപ്പെട്ടിരുന്നു. ഐ ഫെൽറ്റ് അഷെയിംഡ് ടു ഫേസ് മിസ്സിസ് ക്ലിഫോർഡ്. മിസ്സിസ് ക്ലിഫോർഡിൻ്റെ മുഖത്ത് നോക്കാൻ എനിക്ക് ലജ്ജ തോന്നി. സോ ഐ റോട്ട് എ ലെറ്റർ ടു ദെം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് അമ്മയുടെ മുഖത്തേക്ക് ഇനി വീണ്ടും ഒന്ന് നോക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് ഞാൻ അവർക്കൊരു കത്തെഴുതി. അനൗൺസിങ് മൈ ഡിപ്പാർച്ചർ ആൻഡ് ബിഡിങ് ദം ഗുഡ് ബൈ. ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് അവരോട് യാത്ര പറയുന്ന ഒരു കാർഡ് തിരിച്ച് ഞാനൊരു ലെറ്റർ മിസ്സിസ് ക്ലിഫോർഡിനും മാഗിക്കുമായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ദ മോർണിംഗ് ഓഫ് മൈ ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ ഡോൺഡ്. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങിയിരിക്കുന്ന ആ ദിവസത്തിൻ്റെ പ്രഭാതം വിടർന്നു. ഐ വാസ് ടു ലീവ് ബിഫോർ നൈറ്റ്. അന്ന് രാത്രിക്ക് മുമ്പായിട്ട് ഞാൻ അവിടെ നിന്ന് നാട്ടിലേക്ക് പോരും. ആസ് ഐ വാസ് ബ്രേക്ക്ഫാസ്റ്റിംഗ് വിത്ത് ദ ഫാമിലി ദർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ.
ഞാൻ രാവിലെ ഞാൻ താമസിക്കുന്ന വീട്ടിലെ കുടുംബമായിട്ട് ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഡോറിൽ ആരോ വന്ന് മുട്ടുന്നു. എ മിനിറ്റ് ഓർ ടു ലേറ്റർ ദ മെയ്ഡ് കെയിം ഇൻ ആൻഡ് അനൗൺസ്ഡ്, പ്ലീസ് മിസ്റ്റർ ഗുപ്ത, മിസ് ക്ലിഫോർഡ് ഹാസ് കം ടു സീ യു. ആ വീട്ടിലെ മെയ്ഡ് വന്നിട്ട് പറഞ്ഞു, മിസ് ഗുപ്ത, മിസ് ക്ലിഫോർഡ്, മിസ്സിസ് ക്ലിഫോർഡിൻ്റെ മകളാണ് മിസ് ക്ലിഫോർഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? മാഗി. മാഗി നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മൈ ബ്രേക്ക്ഫാസ്റ്റ് വാസ് അൺഫിനിഷ്ഡ്, ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാഗി ഹാഡ് കം ടു സേ ഗുഡ് ബൈ, മാഗി എന്നോട് യാത്ര പറയാൻ നേരിട്ട് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ലെസ്റ്റ് ഷീ ബി ലേറ്റ് ഫോർ ഓഫീസ് ബിക്കോസ് ഓഫ് മീ, ഐ ടുക്ക് ദ പെർമിഷൻ ഓഫ് മൈ ഹോസ്റ്റസ് ആൻഡ് ഗോട്ട് അപ്പ് ഫ്രം ദ ടേബിൾ. ഇനി അവളെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടില്ല, അവൾ എനിക്ക് വേണ്ടി കാത്തു നിന്ന് അവൾക്ക് അവളുടെ ഓഫീസിലേക്ക് പോകാൻ നേരം വൈകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കെ എൻ്റെ ഹോസ്റ്റസിനോട് പെർമിഷൻ വാങ്ങിച്ച് സീറ്റിൽ നിന്നും എണീറ്റു. മാഗി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ ഹാളിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഷീ വാസ് വെയറിങ് ബ്ലാക്ക്, അവൾ ഒരു ബ്ലാക്ക് ഡ്രസ്സിലാണ് വന്നിട്ടുള്ളത്. ഐ ടുക്ക് ഹെർ ഇൻ ടു ദ അഡ്ജോയിനിങ് ലൈബ്രറി ആൻഡ് മെയ്ഡ് ഹെർ സിറ്റ് ഡൗൺ, അവിടെ തൊട്ടടുത്ത ഒരു ലൈബ്രറി റൂമിലേക്ക് അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഇരിക്കാൻ പറഞ്ഞു. ആർ യു ലീവിങ് ടുഡേ, ഷീ ആസ്ക്ഡ്. ഇന്ന് പോവുകയാണോ? യെസ് മാഗി, ടുഡേ ഈസ് ദ ഡേ ഓഫ് മൈ ഡിപ്പാർച്ചർ, അതെ ഇന്ന് എനിക്ക് നാട്ടിലേക്ക് പോകണം. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് യു ടു റീച്ച് യുവർ കൺട്രി, നിങ്ങളുടെ നാട്ടിലെത്തണമെങ്കിൽ ഏകദേശം എത്ര സമയമെടുക്കും? എ ലിറ്റിൽ മോർ ദാൻ 2 weeks, ഒരു 2 ആഴ്ചയിലധികം എടുക്കും. അന്നൊക്കെ കപ്പൽ യാത്രയാണ്. ഇൻ വാട്ട് പാർട്ട് ഓഫ് ദ കൺട്രി ഡു യു ലീവ്, ഇന്ത്യയുടെ ഏത് പ്രദേശത്താണ് നിങ്ങൾ താമസിക്കുന്നത്, നിങ്ങളുടെ സ്വദേശം? ഐ ഹാവ് എൻറ്റേർഡ് ദ പഞ്ചാബ് സിവിൽ സർവീസ്, എനിക്ക് പഞ്ചാബ് സിവിൽ സർവീസിൽ ജോലി കിട്ടിയിട്ടുണ്ട്. ഐ ഷാൽ നോട്ട് നോ എക്സാക്ട്ലി വെയർ ഐ എം പോസ്റ്റഡ് അണ്ടിൽ ഐ അറൈവ് ദെയർ, എനിക്ക് അവിടെ എത്തിയെങ്കിലേ അറിയുള്ളൂ എവിടെയാണ് കൃത്യമായിട്ട് പോസ്റ്റിംഗ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കൃത്യമായ ലൊക്കേഷൻ. എന്തായാലും പഞ്ചാബ് സിവിൽ സർവീസിൽ എനിക്ക് ജോലി തരപ്പെട്ടിട്ടുണ്ട്. ഈസ് ദ ഫ്രണ്ടിയർ വെരി ഫാർ ഫ്രം ദെയർ, ആ ബോർഡർ എന്ന് പറയുന്നത്, യുദ്ധം നടത്തിയിരുന്ന ബോർഡർ എന്ന് പറയുന്നത് നിങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് വളരെ ദൂരത്താണോ? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? യുദ്ധഭൂമിയിൽ വീരമൃത്യു വരിക്കുന്ന പട്ടാളക്കാർ, അവരുടെ അമ്മമാരുടെയും കുടുംബാംഗങ്ങളുടെയും മാനസികാവസ്ഥ റൗണ്ട് ദ ഇയർ അല്ലേ, 365 ദിവസവും എല്ലാ വർഷവും അവർ ആ പട്ടാളത്തിൽ സേവനം ചെയ്യുന്ന കാലത്തോളം ആ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ, ഇതൊക്കെ നമ്മൾ ഈ സ്റ്റോറിയിൽ നിന്ന് വായിച്ചെടുക്കേണ്ട മറ്റു ചില ആശയങ്ങളാണ്. നോ നോട്ട് വെരി, അല്ല അത്ര ദൂരത്തൊന്നും അല്ല. ഫ്രാങ്ക് ഈസ് ബറീഡ് അറ്റ് ഫോർട്ട് മൺട്രോ നിയർ ദേര ഖാസി ഖാൻ, ദ ഗേൾസ് ഐസ് വെയർ ഫിൽഡ് വിത്ത് ടിയേഴ്സ് ആസ് ഷീ സ്പോക്ക്. ഫോർട്ട് മൺട്രോയിലാണ്, മൺട്രോ കോട്ടയുടെ അടുത്താണ്, അല്ലെങ്കിൽ അവിടെയാണ് ഫ്രാങ്കിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. അതെവിടെയാണ്? നിയർ ദേര ഖാസി ഖാൻ എന്ന് പറയുന്നതിൻ്റെ അടുത്താണത്. ഇത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു, അവൾക്ക് സംസാരിക്കാൻ വയ്യാത്ത രീതിയിൽ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞ് വരുന്നു. വെൻ ഐ ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി ഐ ഷാൽ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് ടു യു. നീ സമാധാനപ്പെട്, ഞാൻ ഈ പറഞ്ഞ പ്രദേശത്ത് കൂടി പോകുമ്പോൾ നിൻ്റെ ബ്രദറിൻ്റെ ശവകുടീരം ഞാൻ സന്ദർശിക്കാം, എന്നിട്ട് ഞാൻ നിനക്ക് കത്തെഴുതാം. ഇറ്റ് വോണ്ട് ബി ട്രബിൾസം ഫോർ യു ഓർ ഇൻകൺവീനിയൻറ്റ്, മാഗി ആസ്റ്റ്. ബുദ്ധിമുട്ടാവൂലേ അതിനുവേണ്ടി അങ്ങോട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ? അസൗകര്യം, പ്രയാസം ഉണ്ടാവൂലേ? വൈ ഷുഡ് ഇറ്റ് ബി, ദേര ഖാസിഖാൻ ഈസ് നോട്ട് വെരി ഫാർ ഫ്രം വെയർ ഐ ഷാൽ ബി. ഞാൻ പോകുന്ന സ്ഥലത്തിൽ നിന്ന് കൂടുതൽ ദൂരത്തൊന്നുമല്ല ദേര ഖാസിഖാൻ എന്ന് പറയുന്നത്, പിന്നെ എന്തിന് ഇത്ര ബുദ്ധിമുട്ടെന്ന്? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇറ്റ് വിൽ സെർട്ടൻലി ബി പോസിബിൾ ഫോർ മീ ടു ഗോ ദെയർ സം ഡേ, തീർച്ചയായിട്ടും ഒരു ദിവസം എനിക്ക് അവിടെ പോകാൻ കഴിയും. ഐ വിൽ റൈറ്റ് ആൻഡ് ടെൽ യു അബൌട്ട് ഇറ്റ്, ഞാൻ അവിടെ പോയിട്ട് എൻ്റെ അവിടുത്തെ പോയ ശേഷമുള്ള അനുഭവങ്ങൾ ഞാൻ നിന്നെ എഴുതി അറിയിക്കാം. ഈ പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, ഇങ്ങനെ അവിടെ പോയി അവിടെ നിന്നും മാഗിക്ക് അയച്ച കത്ത് എന്തായിരിക്കും എന്ന് പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കത്തിൻ്റെ രൂപത്തിൽ ലെറ്ററായിട്ട് ചോദിക്കാം, ഒരു പേഴ്സണൽ ലെറ്ററായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഇമെയിലായിട്ട് ചോദിക്കാം, ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ചോദിക്കാം. വാട്സപ്പിലൊക്കെ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്ന കാലമാണല്ലോ. അപ്പോൾ ഈ രീതിയിലൊക്കെ പരീക്ഷയ്ക്ക് ഈ ലെറ്റർ എന്തായിരുന്നു അദ്ദേഹം എഴുതിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ ലെറ്റർ കിട്ടിയ മാഗി തിരിച്ചെന്തായിരിക്കും മറുപടി എഴുതിയിട്ടുണ്ടാവുക എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മാഗീസ് ഫേസ് വാസ് ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, അവൾക്ക് നന്ദി കൊണ്ട് അവളുടെ മുഖം പ്രകാശിച്ചു. ആസ് ഷീ താങ്ക്ഡ് മീ ഹെർ വോയിസ് ചോക്ഡ്, അവൾക്ക് താങ്ക്സ് എന്ന് പറയാൻ വയ്യ, അപ്പോഴേക്കും അവളുടെ കണ്ടമിടറി.
She took a shilling out of her pocket and put it down on the table in front of me, saying, "Please buy flowers with this shilling when you go, and lay them on my brother's grave for me." അവളുടെ പോക്കറ്റിൽ നിന്നും ഒരു ഷില്ലിംഗ് എടുത്ത് ആ മേശപ്പുറത്ത് വെച്ചു എൻ്റെ മുന്നിൽ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോകുമ്പോൾ പൂക്കൾ വാങ്ങണം ഈ ഷില്ലിംഗ് ഉപയോഗിച്ച്. എന്നിട്ട് എനിക്ക് വേണ്ടി എൻ്റെ ബ്രദറിൻ്റെ ശവകുടീരത്തിൽ നിങ്ങൾ ആ പുഷ്പാർച്ചന നടത്തണം എന്ന് പറഞ്ഞു. ഷില്ലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു എമൗണ്ടാണ്. വളരെ തുച്ഛമായ വേതനത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഒരു ഷില്ലിംഗ് ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ടാണ്. ഇൻ മൈ ഇമോഷൻ ഐ ലോവേർഡ് മൈ ഐസ്. ഞാൻ എൻ്റെ കണ്ണുകൾ താഴ്ത്തി. കാരണം ഞാനും ആകെ ഇമോഷണലി ഒരു വൈകാരികമായി മനസ്സാകെ വൈകാരികമായി മാറി. ദ ചൈൽഡ് ഹാഡ് ഏൺഡ് ദ ഷില്ലിംഗ് വിത്ത് സോ മച്ച് ടോയിൽ. എത്ര കഷ്ടപ്പെട്ടാണ് ഈ പെൺകുട്ടി ഒരു ഷില്ലിംഗ് സമ്പാദിക്കുന്നത്. ഐ ഫെൽറ്റ് ലൈക്ക് റിട്ടേണിങ് ഇറ്റ് ടു ഹർ. എനിക്ക് തോന്നിയത് അവൾക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കാം. കാരണം എന്താണ്? എക്സ്പ്ലെയിൻ ദാറ്റ് ഇൻ അവർ കൺട്രി ഫ്ലവേഴ്സ് ഗ്രോ ഇൻ ഗ്രേറ്റ് പ്രൊഫ്യൂഷൻ ആൻഡ് ഡു നോട്ട് ഹാവ് ടു ബി പർച്ചേസ്ഡ്. എൻ്റെ രാജ്യത്ത് ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് വെറുതെ കിട്ടും. ഞാൻ അതെടുത്ത് അവിടെ അർപ്പിച്ചേക്കാം. പിന്നെ എന്തിനാണ് മോളെ നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ ഷില്ലിങ് ഞാൻ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയണമെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചു. ബട്ട് ഐ റീകൺസിഡേർഡ്. പക്ഷേ ഞാനത് പറഞ്ഞില്ല. ഞാൻ ഒന്നുകൂടി പുനരാലോചിച്ചു. വൈ ഷുഡ് ഐ ഡിപ്രൈവ് ഹർ ഓഫ് ദ ജോയ് ദിസ് സാക്രിഫൈസ് വുഡ് ഗിവ് ഹർ. ഒരു ഷില്ലിംഗ് തൻ്റെ ബ്രദറിന് പൂക്കൾ വാങ്ങാൻ വേണ്ടി, മരിച്ച ബ്രദറിൻ്റെ ശവകുടീരത്തിൽ ഇടാനുള്ള പൂക്കൾ വാങ്ങാൻ വേണ്ടി ഒരു ഷില്ലിംഗ് ചിലവഴിക്കുക എന്ന് പറയുന്നത് അവൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ത്യാഗമാണ്. ആ ത്യാഗത്തിൽ നിന്നും അവൾക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാൻ എന്തിന് മുടക്കണം? വൈ ഷുഡ് ഐ ഡിപ്രൈവ് ഹർ, വൈ ഷുഡ് ഐ ടേക്ക് അവേ ഫ്രം ഹർ ദ ജോയ് ദിസ് സാക്രിഫൈസ് വുഡ് ഗിവ് ഹർ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ആൾ ദാറ്റ് ദിസ് ഷില്ലിംഗ് കുഡ് ഹാവ് ഗിവൺ ഹർ ഷി വാസ് ഫോർ ഗോയിങ് ഫോർ ദ ലവ് ഓഫ് ഹർ ബ്രദർ. അവൾ അവളുടെ സഹോദരനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആ ഷില്ലിംഗ് എന്നുള്ളത്. ആൾ ദാറ്റ് ദിസ് ഷില്ലിംഗ് കുഡ് ഹാവ് ഗിവൺ ഹർ ഷി വാസ് ഫോർ ഗോയിങ് ഫോർ ദ ലവ് ഓഫ് ഹർ ബ്രദർ. ദ ജോയ് ഓഫ് ഡൂയിങ് ഇറ്റ് വാസ് ബിയോണ്ട് ആൾ പ്രൈസ്. അതിന് വില കൽപ്പിക്കാൻ കഴിയില്ല. അവൾക്ക് ആ ഒരു ഷില്ലിംഗ് കൊടുക്കുമ്പോൾ അവൾക്ക് കിട്ടുന്ന സന്തോഷത്തിന് ഒരു ഷില്ലിങ്ങിൻ്റെ എല്ലാ വിലയല്ല, അതിലേറെ മൂല്യമുള്ളതാണ്. അതിൻ്റെ മൂല്യം എത്രയാണെന്ന് കണക്കാക്കാൻ കഴിയില്ല. അപ്പോൾ ആ സന്തോഷം അതൊരിക്കലും ഞാനായിട്ട് നഷ്ടപ്പെടുത്തിക്കൂടാ. ദ ഗ്രീഫ് ഇൻ ഹർ ഹാർട്ട് വുഡ് ബി ഈസ്ഡ് എ ലിറ്റിൽ. ഇത് അവൾ ചെയ്യുമ്പോൾ അവളുടെ മനസ്സിലുള്ള സങ്കടത്തിൻ്റെ ഭാരം അല്പമെങ്കിലും അവൾക്ക് കുറഞ്ഞു കിട്ടിയേക്കാം. വാട്ട് ഗുഡ് വുഡ് ഇറ്റ് ഡു ടു ഡിപ്രൈവ് ഹർ ഓഫ് ഇറ്റ്. അത് തടഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? ഐ പിക്ഡ് അപ്പ് ദ ഷില്ലിംഗ്. ഞാൻ ആ ഷില്ലിംഗ് എടുത്തു. മാഗി, ഐ ഷാൽ യൂസ് ദിസ് ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പുട്ട് ദെം ഓൺ യുവർ ബ്രദേഴ്സ് ഗ്രേവ്. തീർച്ചയായിട്ടും ഞാൻ ഈ ഷില്ലിംഗ് ഉപയോഗിച്ച് പൂക്കൾ വാങ്ങി നിൻ്റെ സഹോദരൻ്റെ ശവകുടീരത്തിൽ ഞാൻ സമർപ്പിക്കും. മാഗി സ്റ്റൂഡ് അപ്പ്, എണീറ്റു. ഹൗ ക്യാൻ ഐ താങ്ക് യു, ഷീ സെഡ്. നൗ ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ഗോ ടു വർക്ക്. ഗുഡ് ബൈ. റിമെമ്പർ ടു റൈറ്റ്. എനിക്ക് ജോലിക്ക് പോകേണ്ട സമയമായി. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് യാത്ര പറയാം. എനിക്ക് കത്തെഴുതാൻ മറക്കരുത് എന്ന് പറഞ്ഞവൾ യാത്രയായി. ഐ ഗോട്ട് അപ്പ് ആൻഡ് ടുക്ക് ഹർ ഹാൻഡ് ഇൻ മൈൻ. ഞാനും എണീറ്റു. അവളുടെ കൈകൾ എൻ്റെ കൈകളിൽ വെച്ചു. ഗുഡ് ബൈ മാഗി, ഗോഡ് ബ്ലസ് യു. യാത്ര പറഞ്ഞു. നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ഐ സെഡ് ആൻഡ് പ്രസ്ഡ് ഹർ ഹാൻഡ് ടു മൈ ലിപ്സ്. അവളുടെ കൈയിനെ ഞാൻ എൻ്റെ ചുണ്ടിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് ചുംബിച്ചു. മാഗി ലെഫ്റ്റ്. മാഗി പോയി. ഐ വൈപ്ഡ് എ ടിയർ ഓർ ടു ഫ്രം മൈ ഐസ് ആൻഡ് വെൻറ്റ് അപ്പ് സ്റ്റെയേഴ്സ് ടു പാക്ക് മൈ ബാഗ്സ്. എൻ്റെ കണ്ണിൽ നിന്നും വന്ന കണ്ണുനീർത്തുള്ളികൾ ഞാൻ തുടച്ച് എൻ്റെ മുകളിലുള്ള റൂമിലേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. എത്ര മനോഹരമായൊരു കഥയാണ്. മനുഷ്യബന്ധത്തിൻ്റെ മൂല്യം അല്ലേ? തികച്ചും അപരിചിതമായ രണ്ട് രാജ്യത്ത് നിന്ന്, രണ്ട് ശത്രു രാജ്യങ്ങളിലെ വ്യക്തികളാണ്. ഇന്ത്യയുടെ ശത്രു രാജ്യമാണ് ബ്രിട്ടൻ. ഇന്ത്യക്കാരനാണ് ലണ്ടനിൽ ചെല്ലുന്നത്. അവർ തമ്മിലുള്ള ആ ഒരു മാനുഷിക സ്നേഹം. ഇതേ സഹോദരിയുടെ ബ്രദർ ഇന്ത്യക്കാർക്കെതിരെ പോരാടുകയാണ്. അപ്പോൾ അതിൽ മറ്റൊരു വശത്ത് അതൊക്കെ വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ആശയങ്ങളാണ്. അതിനിടയിൽ നിന്നുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്ത എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ ഒരു മനുഷ്യത്വത്തിൻ്റെ എല്ലാ തുറന്ന് കാണിച്ചുകൊണ്ട്
ആ സഹോദരിക്ക് വലിയൊരു തണലാവുന്നത്, ആ സഹോദരിക്കും വിഡോവ്ഡായിട്ടുള്ള ആ സഹോദരിയുടെ അമ്മയ്ക്കും. അതാണ് ഇവിടെ എന്താണ് നമ്മൾ യൂണിറ്റിൻ്റെ പേരിന് എന്താണ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ് അല്ലേ. പറയുന്നത് പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്നത് പറയുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ്. സത്യസന്ധത, വിശ്വാസ്യത പുലർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ വരുന്ന ഡിസ്കഷൻസ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സും മറ്റു എപ്പിസോഡുകളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്